അപ്പോൾ ഗൈസ് ഏകദേശം ഒരു 1.5 വർഷത്തിന് മേലെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വാച്ച് അവർ ഇല്ല, ഒന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഗൈസ് എങ്ങനെയെങ്കിലൊക്കെ ഒരു 100 ആളെ ആക്കണം, നമ്മുടെ ചാനലിലേക്ക് ഒരു 100 പേരെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം. നമ്മുടെ കടയിലെ കുട്ടി പിള്ളേർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്കില്ല, അപ്പോൾ അവർ എടുക്കുന്നുണ്ട്. ഇനിയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് കേക്ക് കൊടുക്കാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് അതിനെ ഒന്ന് പേടിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ 10K ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ചാക്കരിയിലുള്ള കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചാക്കരി തന്നെയുള്ള കേക്ക് ആൻഡ് ബേക്കറാണ്. അവർ രാവിലെ പറഞ്ഞത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് അതിന് പോയി അല്ലേ കട്ട് ചെയ്യാലോ സാർ. അപ്പോൾ കേസ് അങ്ങനെ നമ്മുടെ കാത്തിരുന്ന ടൈം എത്തിയിട്ടിരിക്കുകയാണ് കേസ്. അതായത് നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സിന് തുടങ്ങിയിട്ട് ഇപ്പം 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയൊരു ആഘോഷം. അപ്പോൾ കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഞാൻ മാത്രമല്ല, സൗമ്യം ഭയങ്കര ഹാപ്പിയിലാണ് കേസ്. കാരണം എന്താ പറയുക, നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ്, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം കേസ്. 10K അടിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ. അത് വളരെയധികം സന്തോഷമുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ 10,000 അടിക്കുമ്പോഴേക്കും എന്തിനാണ് നമ്മളിങ്ങനെ ആഘോഷിക്കണതെന്നൊക്കെ ചിലവർ ചിന്തിക്കാം. അത് എന്താ പറയുക, അത് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേസ്. അതായത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2020 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കേസ്. എന്നിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് 2022 ലാസ്റ്റാണ്. 2022 ഡിസംബറിലൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു യൂട്യൂബ് വീഡിയോസ്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 2022 ലാസ്റ്റോട് കൂടിയിട്ടാണ് ഡിസംബർ, അതായത് 2023 തന്നെ കൂട്ടാവുന്നേ ഉള്ളൂ കേസ്. അപ്പോൾ 2023 ഞങ്ങൾ മെയിനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അത് ആ യാത്ര സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ്, ഒന്നാമത് മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറുമാണ് നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർ ആയി വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേസ്. നമ്മുടെ ചാനലിൽ ഓരോരുത്തരും കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനൽ നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ടാലായിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരാൾ ചെയ്തു, ഭയങ്കര സന്തോഷം. ഫസ്റ്റ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തത് എൻ്റെ വൈഫ് തന്നെയാണ്, എൻ്റെ സൗമ്യ തന്നെയാണ് ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. അത് നമുക്കൊരിക്കലും മറക്കില്ല. ഞാനൊരു ചാനൽ തുടങ്ങുന്നു, അവളാണ് ആദ്യമായിട്ട് എന്നെ ഫോളോ ചെയ്തത്. അതിനുശേഷം ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സിനെയും ഇവരെല്ലാം ഞാൻ വാട്സപ്പിലൂടെയും ഒക്കെ അറിയിച്ച് അവരൊക്കെ അങ്ങനെ കുറേ പേരൊക്കെ ആയിട്ട് കേസ്. അങ്ങനെ പോയാലും ഒരു 50 പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് 100 ആകുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് കഴിഞ്ഞു 1000 എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേസ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ 1000 ആയി, അത് പോയി 2000, 3000 ഒക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഇതാണല്ലോ കേസ്. വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷനും കൂടിയിട്ടുണ്ടായിരുന്നു. 1000 ഇങ്ങനെ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, വാച്ച് അവർ കൂടുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്താ പറയുക, 4 ആൾ അറിയപ്പെടുന്നു എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ എൻ്റെ യാത്ര, ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര 2023 മെയിനായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഇന്നിപ്പോൾ 2025 ഇപ്പോൾ എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ എൻ്റെ ചാനൽ തന്നെയാണ് ഞാൻ ബാക്കിലിട്ടിരിക്കുന്നത് അല്ല കേസ്. അപ്പോൾ ഇത് ഈ വിഷുവിനിട്ട ഒരു വീഡിയോ ആണ്. അത് നല്ല രീതിയിൽ ആളുകൾ, ഞാൻ ശിവകാശിയിൽ നിന്ന് പടക്കം വാങ്ങുന്ന വീഡിയോ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് കേസ്. പിന്നെ ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പിട്ട വീഡിയോസ്, അതിനും നല്ല ആളുകൾ വന്നു. പിന്നെ ലുലു മാള്, അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പാലക്കാടിൻ്റെ പല ക്ഷേത്രങ്ങളിൽ പോകുന്നതും, നമ്മുടെ കൊല്ലംകോടും, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് എന്താ പറയുക, എല്ലാ രീതിയിലും ഗുരുവായൂർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഗുരുവായൂരും പഴനിയും, കുഴൽമന്നം പള്ളി നേർച്ച, ഗുരുവായൂർ, അങ്ങനെ ഒരു പഴനി, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത്, അങ്ങനെയാണ് കേസ് എൻ്റെ ഒരു യാത്ര ഞാൻ പറയണം. അങ്ങനെയായിരുന്നു എൻ്റെ എന്താ പറയുക, ഓരോ ആളുകൾ വരികയും എൻ്റെ ചാനലിലെ ആളുകൾ വരികയും ഞങ്ങൾ അറിയപ്പെടാനും ഒക്കെ തുടങ്ങിയത്. പിന്നെ മോണിറ്റൈസേഷനായി
അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കേസ്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഞാനും സൗവും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ അതൊക്കെ മുറിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ പോയി കുട്ടികൾക്കൊക്കെ കൊടുത്ത്, അമ്മയൊക്കെ വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കുറച്ച് കൊടുത്തിട്ട്, പിന്നെ ഞാൻ മെയിനായിട്ട് ഞങ്ങളുടെ ലോട്ടറി കടയിൽ കുറച്ച് കുട്ടികളുണ്ട്, അവന്മാർക്കും കുറച്ച് കേക്കുകൾ ഓരോ കഷ്ണമൊക്കെ കൊണ്ട് കൊടുത്ത് എന്താ പറയുക ഈ സന്തോഷം പങ്കിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കേക്ക് ഒന്ന് മുറിച്ച് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, പോപ്പപ്പ് ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ആഘോഷിക്കാത്ത കേസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് കേസ്. എന്നെ ഷിജു മിയ ഒഫീഷ്യൽ എന്നുള്ള ചാനൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചാനൽ ഞാൻ ആദ്യം മുതലേ ഇട്ടു. ഷിജു, എൻ്റെ പേര് ഷിജു എന്ന്, എൻ്റെ വൈഫിൻ്റെ പേര് സൗമ്യ ഞാൻ മിയോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഷിജു മിയോ ഒഫീഷ്യൽ എന്നുള്ള ഒരു ചാനലിലേക്ക് വന്നത് കേസ്. ഷിജു മിയോ എന്ന് കുറേ പേരുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഷിജു മിയോ എന്ന് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു ഒഫീഷ്യലിൽ നിന്നും കൂടി ചേർത്തു എന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. ഈ 10,000 എന്നുള്ളത് നമുക്ക് 1,00,000 ആക്കണം. നിങ്ങളെ സപ്പോർട്ട് വേണ്ട കേസ്. ഓക്കെ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേസ്. ഞങ്ങളുടെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജു മിയ ഒഫീഷ്യൽ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരെന്ന് അറിയാലോ കേസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഞങ്ങളെ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ ചെറിയ യാത്രാ വീഡിയോകൾ, പിന്നെ ഞങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, പാലക്കാടിൻ്റെ വീഡിയോസുകളാണ് മെയിനായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം കേസ്. 10,000 ആയതിന് എല്ലാവർക്കും ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയണേ. പിന്നെന്താണ്, ഞങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ടിട്ടുള്ള ചെറിയ യാത്രാ വീഡിയോസും പാലക്കാട്ടിലെ നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ പിന്നെ നമ്മുടെ അതായത് ലൈവായിട്ട് എന്തെങ്കിലും നടക്കുന്ന, ഇപ്പോൾ വിഷു, ഓണം, അങ്ങനെ ഓരോ പരിപാടികൾ, ഇപ്പോൾ പൂരം, അങ്ങനെ തേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് മെയിനായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ യാക്കര മണപ്പുള്ളി ഭഗവതി വേല, കൽപ്പാത്തി തേര്, ഗുരുവായൂർ ഉത്സവം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. പഴനിക്ക് ഇടയ്ക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും പഴനിക്ക് പോകുന്ന വീഡിയോ, അങ്ങനെയുള്ള കുറേ വീഡിയോകൾ, പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നല്ല കാഴ്ചകൾ, അതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത് കേസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒരു മിക്സ്ഡ് കണ്ടന്റ് പോലെ. ചിലർ ചോദിക്കും എന്ത് വ്ളോഗാണ് ചെയ്യുന്നത് ചോദിക്കും. പക്ഷേ അപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ഞങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസ് ആയിരിക്കും, റിവ്യൂകളായിരിക്കും ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേസ് നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കേക്ക് മുറിച്ചിട്ട് ഇത് കുറച്ച് പേർക്കൊക്കെ കൊടുത്ത് നമുക്ക് സന്തോഷം പങ്കിടാം. അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ നമ്മുടെ 10K ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് കേസ്. ഇത് നമ്മുടെ യാക്കരയിലുള്ള കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. മെയിനായിട്ട് അവർ കേക്കുകളുടെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ട് ഇത് കാണില്ല കേസ്. അടിപൊളിയായി 10K യൂട്യൂബിൻ്റെ ഒരു ലോഗോ, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, താങ്ക്സ് ഫോർ സബ്സ്ക്രൈബേഴ്സ്, ഷിജു മിയ ഒഫീഷ്യൽ, അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു വൈറ്റ് ഫോറസ്റ്റിലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ തന്നെ അവർ എപ്പോൾ വേണമെങ്കിലും ശരിയാക്കി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കേസ്. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ കേക്ക് ആൻഡ് ബേക്സ് ഉണ്ട് പാലക്കാട്, നമ്മുടെ യാക്കര, നമ്മുടെ റെയിൽവേ, യാക്കര റെയിൽവേ അല്ലേ കേസ്, അതാണ് തോട്ടിക്കൽ കേട്ടോ അല്ലേ, ആ ഭാഗത്ത് യാക്കര അമ്പലം കഴിഞ്ഞിട്ട് കേട്ടോ. ടൗണിൽ നിന്ന് വരുമ്പോൾ ഒരു റെയിൽവേ ട്രാക്കുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കേക്ക് ആൻഡ് ബേക്സ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാലും കിട്ടണ്ട. അപ്പോൾ ഇതാണ് അവർ തന്നതല്ല കേസ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാണ്. അപ്പോൾ അവർ അവിടെ ആ കടയിൽ നിന്ന് വാങ്ങിയ കേക്ക് ഉണ്ട്, അടിപൊളിയായി സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് നീ കേക്ക് മുറിക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിലുണ്ട്, സൗണ്ട് വാ ഇവിടെ നിൽക്ക്. സൗമ്യ എപ്പോഴും നമ്മുടെ വീഡിയോസ് എടുത്തു തരാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വീഡിയോയിലും അവള് കാണാത്തത് അല്ലേ. ഇന്ന് ഞങ്ങൾ ആരും ഇല്ല അവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ കേക്ക് മുറിക്കുന്നത് ഇന്ന്. അപ്പോൾ ഓക്കെ, റെഡി അല്ലേ സോ? അത് നീ പൊട്ടിയില്ല, നീ മുറിച്ചാ ഞാൻ പൊട്ടിക്കായി. അപ്പോൾ താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ട് കേസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് മുറിക്കുകയാണ്. ഇതാണല്ലേ 10K. ഓക്കെ, മുറിക്കാമല്ലേ സാർ? എങ്ങനെയാണ് മുറിക്കുക? എങ്ങനെ മുറിക്കാമല്ലേ? ഇങ്ങനെ നമുക്ക് ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിരിക്കാണ്ട് കേസ്. ഇനി പൊട്ടിക്കത് പൊട്ടിക്കേ. ഓക്കെ, എന്നാ പിന്നെ അപ്പം നമുക്ക് ഒരു പീസ് എടുക്കാട്ടോ. ഒരു പീസ് സൗദ് പിടിക്ക്, പിടിച്ചോട്ടാ.
അപ്പോൾ നമുക്ക് ഒരു കേക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് ആദ്യം വേണ്ട ഞാൻ കഴിക്കില്ല, സൗമ്യ കൊടുക്കാം. അപ്പം വേണ്ട വേണ്ട വാ വാ സൗമ്യ. അപ്പം സൗമ്യക്ക് ഞാൻ ഓ സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി കഴിക്കാം. അടിപൊളിയാ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി കേസ്. ഇനി എല്ലാവർക്കും നല്ല പീസ കൊടുക്കണേ നപ്പടി എന്നാ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു പോപ്പർ പൊട്ടിക്കാട്ടെ കേസ്. എന്തായാലും സന്തോഷം, ഇത് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ സൗവുള്ളൂ, സൗവ് വീഡിയോ എടുക്കുന്ന ആളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മേലെ തന്നെ ആക്കണേ. നോക്കിക്കോ അത് കിട്ടണ്ട. അടിപൊളി. കൊടുക്കാൻ പോണം അച്ഛനൊക്കെ വേണം വാടകയ്ക്കൊക്കെ കൊടുക്കാൻ. അപ്പൊ ഞാൻ അല്ല ഇങ്ങനെ അല്ല അവിടെ പോയി എടുത്തോ, അവർക്ക് കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഞാൻ നമ്മുടെ കടയിലെ കുട്ടി പിള്ളേർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്കില്ല, അപ്പോൾ അവർ എടുക്കുന്നുണ്ട്. 10,000 ആയതിനെ എങ്ങനെയുണ്ട്? നമ്മള് ലോട്ടറി കടയുണ്ട് കേസ്, അക്ഷയ ലോട്ടറി പാലക്കാട്. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടാണ് വിൽക്കാനൊക്കെ കൊടുക്കുന്നതും നമ്മൾ വിൽക്കണതും കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട് അതിനകത്ത്. അശ്വിൻ യൂട്യൂബർ ഉണ്ട്, പിന്നെ ശബരിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കേസ് എല്ലാവരും ഇവർക്കൊക്കെ കുറച്ച് കേക്ക് കൊടുക്കണം. ഇനി പെങ്ങളുടെ അവിടെയൊക്കെ പോകണം, അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാണ്ട് കേസ്. ഓക്കെ, ശിവേട്ടൻ ബാക്കി കൊണ്ടുവരുന്നുണ്ട് ഇല്ല ശിവേട്ടാ? ഇതാണ്ട അശ്വിൻ. അതിൻ്റെ ചാനലിൻ്റെ പേരെന്താ? ജേണി വിത്ത് അശ്വിൻ. ഭാവിയിലൊരു യൂട്യൂബറാണ് അശ്വിൻ ഇല്ലടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. ഓക്കെ, അപ്പം അമ്മയ്ക്കൊരു പീസ് കൊടുത്തിരിക്കുകയാണ് കേസ്. നമുക്ക് 10,000 ആളായി യൂട്യൂബിലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവും പൊടിനെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് കേക്ക് കൊടുക്കാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് അതിനെ ഒന്ന് പേടിപ്പിക്കാം. അടിമോളെ വരുന്നുണ്ട് അനു. ആടാ സുന്ദരികള് സൗ അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടാ. ഇതാ ഈ 2 പീസ് കേക്ക് തന്നിട്ട് പോവാട്ട് വന്നാണേ. വാ കഴിക്കാം നമുക്ക്. അതിന് പൊടി അവിടെ നിൽക്കടാ, പൊടി അവിടെ നിൽക്ക്, പൊടി അമ്മേൻ്റെ അടുത്ത് നിൽക്ക്, ഞാൻ പറയട്ടെ. അപ്പോൾ നോക്ക്. അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ പെങ്ങളുടെ അവിടെ എത്തിയിട്ട് അത് അനുമോള്, മഞ്ഞ അനുമോള്, ഇത് അല്ല സോറി, ഇത് മഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പൊടിമോള്, ഇത് അനുമോള്. അപ്പോൾ ഒന്നുമില്ല കേസ്, പറഞ്ഞത് മാറിപ്പോയാണ്. അനുമോൾക്കും പൊടിമോൾക്കും കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നാണ്. പൊടി നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സായി കണ്ടു. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഓരോ പൈസ കൊടുക്കോ? അതൊക്കെ മാമൻ വരും, എടുത്തിട്ട് വരാമല്ലേ. നീ ടൂർ പോയിട്ട് വന്നിട്ട് വരുമ്പോൾ എടുക്കാമല്ലോ. എപ്പോഴാണ് ടൂർ പോണ്? ശരി നമുക്ക് കേക്ക് കഴിക്കാം. ഓക്കെ, അപ്പം ഇനി ഇത്രേ ഉള്ളൂ കേക്കുകളൊക്കെ കഴിഞ്ഞു. എടുക്ക് പൊടി എടുക്കുക, ഏത് വേണമെങ്കിലും എടുത്തോ. എല്ലാം നിങ്ങൾക്ക് തന്നെ, ഇനിയൊക്കെ നിങ്ങൾക്ക് തന്നെ കേട്ടോ. റെഡ് എടുത്തോ, യൂട്യൂബിൻ്റെ ചിഹ്നമുള്ളതാണ് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ലാസ്റ്റ് അതെടുത്തടാ, ഓക്കെ. എങ്ങനെയുണ്ട് പൊടി? അപ്പം മാമന് കൺഗ്രാജുലേഷൻ ഒന്നും ഇല്ലേ? താങ്ക് യു അനുക്കുട്ടാ. ഓക്കേടാ സ്വത്തു. അപ്പം എൻ്റെ അനുമോളും പൊടിമോളും കൂടി മാമന് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അവർ ഞങ്ങളെ വിഷ് ചെയ്തിരിക്കുകയാണ് അല്ലേ സാർ? ഇനിയിപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഇല്ലടാ പൊടി. നമുക്ക് ഇനി ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓരോ സംഭവങ്ങൾ ചെയ്യാം. കേക്ക് കണ്ണൻ കേക്ക് വേണ്ടേ? ഹായ് കണ്ണൻ ഹായ് പറടാ. കേക്ക് കഴിക്ക്. അവൻ വാങ്ങില്ല കേട്ടാ.